ആദ്യത്തേത് ഫുൾ ബ്രാസ് ആണ്, പിന്നെ അതുപോലെ ആദ്യത്തേത് ഫുൾ മാറ്റാണ്. ഇത് ഗ്ലോസി ഫിനിഷാണ്. അപ്പോൾ ചിലപ്പോൾ അതിൽ ബെൻഡൊക്കെ വരും. കുറേ നമ്മൾ ഡെയിലി യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കിനും എല്ലാ ഗ്യാസ് ഹോബും ഒരുപോലെ തോന്നും. ശരിക്കും അങ്ങനെയല്ല. നമ്മളൊരു ഗ്യാസ് ഹോബ് എടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഓട്ടോ ഇഗ്നീഷൻ അല്ലെങ്കിൽ ഫുൾ ബ്രാസ് ആണോ, അതുപോലെ ഓട്ടോ കട്ട് ഓഫ് ഉണ്ടോ, അതുപോലെ തന്നെ ഇതിനകത്ത് ലീക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ, അതായത് എന്തെങ്കിലും നമ്മൾ സ്പില്ലായി കഴിഞ്ഞാൽ എന്തെങ്കിലും തിളച്ച് തൂടി കഴിഞ്ഞാൽ ഇതിനകത്ത് വീഴാതെ കൺസീൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നോക്കി. ഇതാണ് കൺസീൽഡ് ആയിട്ടിരിക്കും, ഇങ്ങനെ കവർ ചെയ്തിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും പാല് വെച്ചിട്ടോ എന്തെങ്കിലും വെള്ളം വെച്ചിട്ടോ നമ്മൾ തിളച്ച് തൂവി കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലോട്ടൊന്നും പോകത്തില്ല. അപ്പം ഈ ഒരു സെമി ബ്രാസിലും നല്ലത് ഫുൾ ബ്രാസ് ആയിരിക്കും. അതുപോലെ 2 ബർണർ സ്മോളും ഒരെണ്ണം മീഡിയവുമാണ്. അപ്പോൾ എനിക്ക് ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് ലാർജ് വേണം എന്നാണ് വിചാരിക്കുന്നത്. ലാർജിലാകുമ്പോൾ ഫ്ലെയിം കൂടുതലായിരിക്കും, തീ കൂടുതലായിരിക്കും. മീഡിയം ആകുമ്പം കുറച്ചുകൂടെ കുറവായിരിക്കും. സ്മോളിലാണെങ്കിലും തീ നന്നായിട്ട് നല്ല കുറവായിരിക്കും. എന്തായാലും ഒരെണ്ണം എടുത്തു. അപ്പം ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ഇന്ന് ലുലു മോളിൽ ഗ്യാസ് ഹോബ് എടുക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഇവിടെ 50% ഓഫിൻ്റെ സെയിൽ നടക്കുവാണ്. അപ്പം നമുക്കിവിടെ എങ്ങനെയുണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതുപോലെ എല്ലാ ഐറ്റംസിനും എങ്ങനെ റേറ്റൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ തന്നെ ഗ്യാസ് ഹോബിൻ്റെ സൈഡിലോട്ട് വന്നു. അങ്ങനെ ഞാൻ ആദ്യം ചെന്നത് ഫേബറിൻ്റെ സൈഡിലോട്ടായിരുന്നു. അപ്പോൾ ഫേബർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ സൈഡിലോട്ടാണ് നമ്മൾ ചെന്നത്. അപ്പോൾ അതിൽ ഓഫറുള്ള ഹൂഡും കാണിക്കാൻ പറഞ്ഞപ്പോൾ ഒരു 29,000-നുള്ളൊരു ഹൂഡും കാണിച്ചു തന്നു. ഈ ഒരു ഹോബും പിന്നെ ഈ മേളിൽ കാണുന്ന ഈ ഒരു ഹൂഡിനും കൂടി 29,000 ആണ്. പിന്നെ നമുക്ക് കാണിച്ചു തന്നത് ഈ ഒരു ഗ്യാസ് ഹോബും അതിൻ്റെ തൊട്ട് മുകളിൽ കാണിക്കുന്ന ആ ഒരു ഹൂഡും, രണ്ടും കൂടെ 55,000 രൂപയ്ക്ക്. ഹൂഡിൻ്റെ സെക്ഷൻ പവർ 1400 ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിനും ഈ ഗ്യാസ് ഹോബിനും കൂടാണ് 55,000 രൂപ എന്ന് പറഞ്ഞത്. ഇത് ഒരു മാറ്റ് ഫിനിഷായിട്ട് വരുന്ന ഒരു ഗ്യാസ് ഹോബാണ്, പിന്നെ ഫുള്ളി ബ്രാസാണ്. അപ്പോൾ ഇതിന് 27,500 ആണ് റേറ്റ്. അപ്പോൾ ഞാൻ അവരോട് 1500 സെക്ഷൻ പവറുള്ള ഒരു ഹൂഡും കൂടെ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു 1500 സെക്ഷൻ പവറുള്ള ഹൂഡും ഈ 27,500-ൻ്റെ ഈ ഗ്യാസ് ഹോബും കൂടെ ചേർന്നിട്ട് 47,500-ന് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കുറഞ്ഞതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ ഈ 18,500-ൻ്റെ ഈ ഒരു ഗ്യാസ് ഹോബ് കാണിച്ചു തന്നത്. ഇതും ഫേബറിൻ്റെ തന്നെയായിരുന്നു. ഇതിലാവുമ്പം ഓട്ടോ ഇഗ്നീഷൻ ഉണ്ട്, അതായത് നമുക്ക് ജസ്റ്റ് ആ ഒരു നോബ് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് കത്തും, ലൈറ്റർ ഇല്ലാതെ കത്തും. അതുപോലെ ഓട്ടോ കട്ട് ഓഫ് ഇല്ല, അതായത് ഇപ്പം സ്പില്ല് ചെയ്ത് നമ്മൾ പാലൊക്കെ തിളച്ച് തൂവിക്കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് ഓഫ് ആവുന്ന ആ ഒരു സെറ്റപ്പ് ഇതിനകത്തില്ല. ഓട്ടോ കട്ട് ഓഫ്, അതായത് എന്തെങ്കിലും തിളച്ച് തൂവിക്കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് ഓഫ് ആവുന്ന ആ ഒരു ഫീച്ചർ വേണമെങ്കിൽ ഒരു ബേസ് മോഡലിന് ഒരു 23,500 കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി ഏതെടുക്കണം എന്ന്. അപ്പം ഞാൻ പിന്നെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിക്കുവാണ്. അപ്പോൾ ഇതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ബർണറിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ആദ്യത്തേത് ഫുൾ ബ്രാസ് ആണ്, പിന്നെ അതുപോലെ ആദ്യത്തേത് ഫുൾ മാറ്റാണ്. ഇത് ഗ്ലോസി ഫിനിഷാണ്. മാറ്റാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് പ്രൂഫാണ്. എന്തെങ്കിലും തട്ടിയാലൊക്കെ മാറ്റിലാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വീഴത്തില്ല, പക്ഷേ ഗ്ലാസ് ആകുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ബർണറിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെമി ബ്രാസ് ആണ്, അതിൽ ഫുൾ ബ്രാസ് ആണ്. അപ്പോൾ ഫുൾ ബ്രാസ് ആകുമ്പം കുറച്ചും കൂടെ ഈട് നിൽക്കും, അതായത് ഈ സെമി ബ്രാസ് ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പകുതി ബ്രാസും പകുതി അലൂമിനിയം അലോയി ആണ്. അപ്പോൾ ചിലപ്പോൾ അതിൽ ബെൻഡൊക്കെ വരും. കുറേ നമ്മൾ ഡെയിലി യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സെമി ബ്രാസിലും നല്ലത് ഫുൾ ബ്രാസ് ആയിരിക്കും. അതുപോലെ ചൂടും കൂടുതൽ നിൽക്കുന്നത് ഫുൾ ബ്രാസിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ബ്രാൻഡിൻ്റെ അടുത്ത് പോയി, ഹാഫലെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അടുത്ത് പോയി. ഇത് 22,800 ആണ് ഈ കാണുന്ന ഗ്യാസ് ഹോബിന്. ശരിക്കും നമ്മളിവിടെ വരുമ്പോഴത്തേക്കിനും എല്ലാ ഗ്യാസ് ഹോബും ഒരുപോലെ തോന്നും. ശരിക്കും അങ്ങനെയല്ല. നമ്മളൊരു ഗ്യാസ് ഹോബ് എടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഓട്ടോ ഇഗ്നീഷൻ അല്ലെങ്കിൽ ഫുൾ ബ്രാസ് ആണോ, അതുപോലെ ഓട്ടോ കട്ട് ഓഫ് ഉണ്ടോ, അതുപോലെ തന്നെ ഇതിനകത്ത് ലീക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ, അതായത് എന്തെങ്കിലും നമ്മൾ സ്പില്ലായി കഴിഞ്ഞാൽ എന്തെങ്കിലും തിളച്ച് തൂടി കഴിഞ്ഞാൽ ഇതിനകത്ത് വീഴാതെ കൺസീൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നോക്കണം. അതിനൊക്കെയാണ് ഇവർ ഇത്രയും റേറ്റ് ഓരോ മോഡലിനും ഡിഫറൻസ് വരുന്നത്. ഞാൻ പിന്നെ ഒരു 22 ആ ഒരു റേഞ്ച് ആട്ടോ പിന്നെ നോക്കിയത്. അപ്പം ബോഷിനകത്ത് ആ ഒരു റേഞ്ചിലൊന്നും വരുന്നില്ല, പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ബോഷിലൊന്നും അധികം നോക്കിയില്ല. പിന്നെ ഞാൻ നെക്സ്റ്റ് പോയത് ക്രോംപ്ടൺ ബ്രാൻഡിൻ്റെ സൈഡിലോട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് റേറ്റ് കുറഞ്ഞതൊക്കെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇത് 15,000 രൂപയാണ് ഈ ഒരു ഗ്യാസ് ഹോബിന് വരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം തൽക്കാലം ഹോബ് മാത്രം എടുത്തിട്ട് പോകാം, പിന്നെ ഹൂഡ് പിന്നെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ബോഷിൽ 22,500 ഒരു പീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ കൺഫ്യൂഷൻ അടിച്ച അവസാനം വീണ്ടും ഫേബറിൻ്റെ അടുത്ത് തന്നെ വന്നു.
ഞാൻ നേരത്തെ സ്പിൽ പ്രൂഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ പറഞ്ഞില്ലേ, ഏതാണ്ട് ഇതാണ് കൺസീൽഡ് ആയിട്ടിരിക്കും, ഇങ്ങനെ കവർ ചെയ്തിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും പാൽ വെച്ചിട്ടോ എന്തെങ്കിലും വെള്ളം വെച്ചിട്ടോ നമ്മൾ തിളച്ച് തൂവിക്കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലോട്ടൊന്നും പോകത്തില്ല. അല്ലെങ്കിൽ ഈ തിളച്ച് തൂവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ കേടാവാനും ചാൻസ് ഉണ്ടല്ലോ. തൊട്ടപ്പുറത്തിരിക്കുന്ന മോഡലിനകത്ത് സ്പിൽ പ്രൂഫ് അല്ല, അതായത് കണ്ടില്ല അവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ അതുവഴി എന്തെങ്കിലും തിളച്ച് പോയിക്കഴിഞ്ഞാൽ ആ ഹോൾ വഴി ഇതിനകത്തോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം റൈറ്റ് സൈഡിലുള്ളത് സ്പിൽ പ്രൂഫ് അല്ല, ഇത് സ്പിൽ പ്രൂഫാണ്. ഇത് ഫേബറിൻ്റെ വേറൊരു മോഡലാണ്. 23,390 രൂപയായിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബർണർ സ്മോളും ഒരെണ്ണം മീഡിയവുമാണ്. അപ്പോൾ എനിക്കൊരു ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് ലാർജ് വേണം എന്നാണ് വിചാരിക്കുന്നത്. ലാർജിലാകുമ്പോൾ ഫ്ലെയിം കൂടുതലായിരിക്കും, തീ കൂടുതലായിരിക്കും. മീഡിയം ആകുമ്പം കുറച്ചുകൂടെ കുറവായിരിക്കും. സ്മോളിലാണെങ്കിലും തീ നല്ല കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഹോബ് നോക്കുമ്പോഴത്തേക്കിനും ഈ ബർണറിൻ്റെ സൈസും കൂടെ നോക്കണം. എത്ര ലാർജാണ്, എത്ര സ്മോളാണ്, എത്ര മീഡിയം ആണെന്നും കൂടെ നോക്കണം. അല്ലാതെ റേറ്റ് കുറവ് കണ്ടിട്ട് എടുക്കരുത്. ഇത് ഹാഫ്ലേ ബ്രാൻഡിൻ്റെ 22,890 ഗ്യാസ് ഹോബാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് 2 ലാർജ് ബർണറും ഒരു സ്മോൾ ബർണറും ആണ് വരുന്നത്. അപ്പോൾ ലാർജിൽ കുറച്ചുകൂടെ തീ കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ സെമി ബ്രാസാണ്. പിന്നെ ഏതാണ്ട് ഇതിനകത്ത് ഫുൾ കൺസീൽഡ് ആണ്. അപ്പം എന്തെങ്കിലും തിളച്ച് തൂവിയാൽ ഇതിനകത്തോട്ട് വീഴത്തില്ല. പിന്നെ സ്പിൽ പ്രൂഫാണ്. അപ്പോൾ എന്തെങ്കിലും തിളച്ച് തൂവിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോ കട്ട് ഓഫ്, തീ അപ്പം തന്നെ അണഞ്ഞു പോകും. പിന്നെ അതുപോലെ ആ ബർണറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നേരെ ടോപ്പിലാണ് ഹോൾസ് എല്ലാം വരുന്നത്. അപ്പം മുകളിലോട്ടായിരിക്കും തീ വരുന്നത്. നമ്മുടെ പണ്ടത്തെ സ്റ്റൗ പോലെ സൈഡിലൂടെ അല്ല തീ വരുന്നത്, നേരെ മുകളിലോട്ടായിരിക്കും. അപ്പം നല്ല രീതിയിൽ ചൂടും കിട്ടും. പിന്നെ ഇത് രണ്ടും ലാർജ് ബർണറാണ്. അപ്പം 2 ബർണറിലൂടെ നല്ല ഹൈ ഫ്ലെയിം ആയിരിക്കും, നല്ല കൂടിയ തീ ആയിരിക്കും വരുന്നത്. അപ്പോൾ കുക്കിംഗ് ഒക്കെ ഭയങ്കര സ്പീഡായിട്ട് നടക്കും, നല്ല എളുപ്പമായിരിക്കുമല്ലോ ഒരുപാട് തീ വരുമ്പോഴത്തേക്കിനും. അതുപോലെ നമുക്ക് നോക്കേണ്ട ഒരു ഫീച്ചറാണ് വാറൻറ്റി. ഇപ്പം ഈ ഹാഫ്ലേയുടെ ആണെന്നുണ്ടെങ്കിൽ ഈ ബർണറിനും ഈ ഗ്ലാസ്സിനും 5 വർഷം വാറൻറ്റി ഉണ്ടാവും. ഇതിൽ ഞാൻ കണ്ട പ്രശ്നം എന്ന് പറഞ്ഞത് അത് സെമി ബ്രാസാണ്. അപ്പോൾ എനിക്ക് ഫുൾ ബ്രാസിൻ്റെ ബർണർ വേണം എന്നായിരുന്നു താല്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെമി ബ്രാസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നമ്മൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ അലോയി ആ സൈഡൊക്കെ ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ ബ്രാസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. പിന്നെ നല്ല ചൂടും കിട്ടും. കുറച്ച് നാൾ ബർണറൊന്നും ബെൻഡ് ആവാതെ അങ്ങനത്തുള്ള പ്രശ്നമൊന്നും വരാതെ കുറച്ച് നാളും കൂടെ ബർണർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫുൾ ബ്രാസുമാണ്. ഈ ടേബിളിൻ്റെ മുകളിലിരിക്കുന്നത് സെമി ബ്രാസുമാണ്. അപ്പോൾ ഫുൾ ബ്രാസ് ആകുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഫുള്ളി ആയിട്ട് ബ്രാസ് ആയിരിക്കും. അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫുൾ ബ്രാസ് തന്നെ ആയിരിക്കും നല്ലത്. വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സെമി ബ്രാസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും അതിനനുസരിച്ച് റേറ്റും വരും. പിന്നെ ഏതാണെന്നുണ്ടെങ്കിലും ബർണറിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വാറൻറ്റി ഉണ്ട്. അപ്പോൾ അവർ മാറ്റിയൊക്കെ തന്നോളും. എനിക്ക് ഈ ഹാഫ്ലേയുടെ ഈ ഒരു ഫുൾ ബ്രാസിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫേബറിൻ്റെ എടുക്കണോ ഇതെടുക്കണോ ഫുൾ കൺഫ്യൂഷനായിരുന്നു. ഈ ഹാഫ്ലേയുടേതിനകത്താണെന്നുണ്ടെങ്കിൽ 2 ലാർജാണ് വരുന്നത് ബർണർ. പക്ഷേ ഫേബറിനകത്ത് നമ്മൾ കണ്ട ആ മാറ്റിനകത്തുണ്ടെങ്കിൽ 1 ലാർജ്, 1 മീഡിയം, 1 സ്മോൾ ബർണറാണ്. അവർ നമുക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. നല്ല തീയായിരിക്കും ഹാഫിലേക്കകത്ത്. ഈ 2 ലാർജ് ബർണറല്ലേ, അതിനകത്ത് നല്ല തീയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. 4 ബർണറിൻ്റെ ഗ്യാസ് ഹോബും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് നോക്കിയില്ല. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഹാഫിലെ എടുക്കണോ ഫേബർ എടുക്കണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പം ഫേബറിൻ്റെത് ഇത് മാറ്റ് ഫിനിഷാണ്. അതുപോലെ ഫേബറിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്യാസ് ഹോബും ഉണ്ട്. അപ്പം ഗ്ലാസിൻ്റെ ഫിനിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലീൻ ചെയ്ത് എളുപ്പമായിരിക്കും. പക്ഷേ മാറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് ഫ്രീ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അവിടുത്തെ വെച്ചിരിക്കുന്ന ഡെമോ പീസ് തന്നെ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓരോരുത്തരും വന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ താഴെ ആ ഒരു ബർണറിൻ്റെ എല്ലാം എടുത്ത് മാറ്റി മാറ്റി വെക്കുമ്പോൾ അങ്ങനെ റഫ്യൂസ് ചെയ്ത് സ്ക്രാച്ച് ആവുന്നതാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ പ്യുവർ ഫ്ലെയിംസ് പറഞ്ഞിട്ട് വേറൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അതും കൂടെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, 2 എണ്ണം മീഡിയമും 1 സ്മോളും ആണ് ബർണറിൻ്റെ സൈസ് വരുന്നത്. ഇതിന് 20,000 രൂപയാണ്. ആ കാണുന്നതിന് 33,500 രൂപയാണ് പറഞ്ഞത്. റേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലിന് സ്പിൽ പ്രൂഫ് ഇല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, റേറ്റൊക്കെ കുറയുമ്പോഴത്തേക്കിന് നമ്മൾ ഏതൊക്കെ ഫീച്ചേഴ്സാണ് കൂടുതലുള്ളത് കുറവുള്ളതെന്നൊക്കെ നോക്കി മനസ്സിലാക്കണം. ഇത് കണ്ടില്ല, അതിനകത്ത് നമുക്ക് സ്പിൽ പ്രൂഫിൻ്റെ സെൻസറും ഓട്ടോ ഇഗ്നീഷൻ്റെ അതെല്ലാം നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇത് ക്രോംപ്ടൻ്റെ ഗ്യാസ് ഹോബാണ് കേട്ടോ. ഇതിൽ വരുമ്പം ഒരു ലാർജ് സൈസും ഒരു മീഡിയം സൈസും ഒരു സ്മോൾ സൈസുമാണ് ബർണറിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഇതിൽ ടൈമറുണ്ട്. അപ്പം നമ്മളൊരു ഒരു 10 മിനിറ്റ്സ് ഒക്കെ നമുക്ക് കുക്കിങ്ങിൻ്റെ ഇത് ടൈം സെറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അലാം അടിക്കും. തന്നെ ഓഫ് ആവാനുള്ള ഓപ്ഷൻ ഇല്ലെന്നാണ് കേട്ടത്. കാരണം നമ്മൾ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സ്പിൽ പ്രൂഫ് ആണോ, ഏതൊക്കെ സെൻസറാണ് അതിനകത്തുള്ളതെന്ന്. അപ്പോൾ ഇതിനകത്ത് ഓട്ടോ ഇഗ്നീഷനുണ്ട്, സ്പിൽ പ്രൂഫ് അല്ല. അപ്പം നമ്മളിത്
ആ ബർണർ ഒന്ന് മാറ്റി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇത് സ്പിൽ പ്രൂഫ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇതുപോലെ മാറ്റി നോക്കാം. കണ്ടോ ഇതിനകത്ത് ഹോളുണ്ട്, അപ്പം അത് സ്പിൽ പ്രൂഫ് അല്ല. നമ്മൾ തിളച്ച് തൂവിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വീഴും. അപ്പോൾ ഇത് സ്പിൽ പ്രൂഫ് അല്ല. ഇത് ബോഷിൻ്റെ ഫുൾ ബ്രാസ് ആണ് കേട്ടോ. ഇതിന് 30,000 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സ് എല്ലാം നോക്കി റേറ്റും എല്ലാ ഫാക്ടേഴ്സും നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഗ്യാസ് ഹോബ് വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ഇനി അത് കത്തിച്ചൊന്ന് നോക്കുവാണ്, അതിപ്പോൾ എത്രത്തോളം ഫ്ലെയിം വരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കത്തിച്ച് നോക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് ഒരു ലാർജ് ബർണറും ഒരു സ്മോൾ ബർണറും ഒരു മീഡിയം ബർണറും ആണ്. പിന്നെ ഇതിൽ ഫുൾ ബ്രാസ് ആണ് വരുന്നത്. ഓട്ടോ ഇഗ്നീഷനും ഉണ്ട്. ശരിക്കും നല്ല കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അവസാനം ഒരു ഗ്യാസ് ഹോബ് എടുക്കാനായിട്ട് ഏത് വേണം എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ അവസാനം നമ്മൾ ആ സമയത്ത് തന്നെ ആമസോൺ റിവ്യൂസും അതുപോലെ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കുമ്പം ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെടുമ്പോൾ അതിനെന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് കാണും. പിന്നെ അവസാനം എന്തായാലും ഒരെണ്ണം എടുത്തു. അപ്പം ഞാൻ ഓർത്തു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധാ ഒരു സ്റ്റവും കൂടെ അപ്പുറത്ത് വെക്കാവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഈ ഒരു മോഡൽ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു.